ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ദൃശ്യം 3. ചിത്രത്തിന്റെ ആദ്യ 24 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 24 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 88,50,00,000 രൂപയോളം സ്വന്തമാക്കിയ ദൃശ്യം 3യുടെ 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 235,50,00,000 രൂപയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടയിൽ ദൃശ്യം 3യുടെ ഒഫീഷ്യൽ OTT റിലീസ് അപ്ഡേറ്റും ഇന്ന് പുറത്തു വന്നിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 18-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ദൃശ്യം 3 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ടെത്തിയ ബ്ലാസ്റ്റ് എന്ന ചിത്രത്തിന്റെ 15 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 13 കോടി രൂപയും, തമിഴ്നാട്ടിൽ നിന്നും 25,17,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 4 കോടി രൂപയും, ഓവർസീസിൽ നിന്നും 14,07,00,000 രൂപയും സ്വന്തമാക്കിയ ബ്ലാസ്റ്റിന്റെ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 63,22,00,000 രൂപയാണ്. രാംചരൺ നായകനായിട്ടെത്തിയ പെഡ്ഡി എന്ന ചിത്രത്തിന്റെ 8 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 64 ലക്ഷം രൂപയും, ആന്ധ്ര, തെലങ്കാനയിൽ നിന്നും 188,50,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 23,50,00,000 രൂപയും, ഓവർസീസിൽ നിന്നും 53,71,00,000 രൂപയും സ്വന്തമാക്കിയ പെഡ്ഡിയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 295,91,00,000 രൂപയാണ്. അഭിനവ് സുന്ദർ നായകന്റെ സംവിധാനത്തിൽ നസ്രിൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് മോളിവുഡ് ടൈംസ്. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 9 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 8 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 16,50,00,000 രൂപയുമാണ് മോളിവുഡ് ടൈംസിന് ആദ്യ 9 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 15 കോടി രൂപയ്ക്കടുത്ത് ബഡ്ജറ്റ് കണക്കാക്കുന്ന മോളിവുഡ് ടൈംസ് തിയേറ്ററുകളിൽ വിജയമാവാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് വേണം പറയാൻ. അല്ലു അർജുൻ ജനീലിയ കൂട്ടുകെട്ടിലെത്തിയ ഹാപ്പി ബി ഹാപ്പി എന്ന ചിത്രം കഴിഞ്ഞ ദിവസം റീ റിലീസ് ചെയ്യുകയുണ്ടായി. പ്രേക്ഷകരിൽ നിന്നും വൻ വരവേൽപ്പാണ് ഹാപ്പിക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനി ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച നടന്ന പെയ്ഡ് പ്രീമിയർ ഷോസിന്റെയും ഇന്നലത്തെ റെഗുലർ ഷോയുടെയും കളക്ഷൻ ചേർക്കുമ്പോൾ ആദ്യ ദിനം ഏകദേശം 30 ലക്ഷം രൂപയാണ് ഹാപ്പി ബി ഹാപ്പി എന്ന ഈ അല്ലു അർജുൻ ചിത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം വരുന്ന ജൂൺ 24 മുതൽ ഗൾഫ് രാജ്യങ്ങളിലും ഹാപ്പിയുടെ മലയാളം പതിപ്പ് റീ റിലീസിന് എത്തുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസ്, നസ്രിയ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മുഷിൻ പെരാരി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എൽ ക്ലാസിക്കോ. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു റൊമാന്റിക് കോമഡി ഡ്രാമ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന എൽ ക്ലാസിക്കോ വരുന്ന ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. പ്രഭാസിനെ നായകനാക്കി നാഗോശ്വൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയൊരു തെലുങ്കു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് കൽക്കി 2. നിലവിൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണത്തിന് ഈ ആഴ്ച മുതൽ ഹൈദരാബാദിൽ വെച്ച് തുടക്കമാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, ശോഭന, കമലഹാസൻ, രിഷ പട്ടാനി തുടങ്ങിയവരാണ് ഈ ഷെഡ്യൂൾ ചിത്രീകരണത്തിൽ പങ്കെടുക്കുക. ഏകദേശം 600 കോടി രൂപ ബഡ്ജറ്റിൽ തയ്യാറാവുന്ന കൽക്കി 2 2028-ലാവും റിലീസിനെത്തുക. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ സിനിമയുടെ തിയേറ്റർ റിലീസിനായി ഏറെ നാളുകളായി നമ്മൾ കാത്തിരിക്കുകയാണ്. നിലവിൽ സിനിമയുടെ ഭാഗത്തുനിന്നും അറിയാൻ സാധിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ജൂൺ മാസത്തിലും ജനനായകന്റെ തിയേറ്റർ റിലീസ് ഉണ്ടാവില്ല. അതിന് കാരണമായി പറയുന്നത് ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതിനാലാണെന്നാണ്. അതേസമയം ജനനായകൻ ഡയറക്ട് OTT റിലീസ് ചെയ്യുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് പറയുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും ജനനായകൻ തിയേറ്റർ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ്. തുടരും എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, ജഗദീഷ്, ഇർഷാദ്, മനോജ് കെ ജയൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ സിനിമയെപ്പറ്റി വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ സംവിധായകൻ തരുൺമൂർത്തി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. തുടരും സിനിമ പോലെ സംഘടന രംഗങ്ങൾ നിറഞ്ഞൊരു സിനിമയാവില്ല അതിമനോഹരമെന്നും ഈ ചിത്രം ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ തുടരും സിനിമ പോലെ അല്ലാത്തതുകൊണ്ടാണെന്നും ഇത് തികച്ചും കൃത്യമായ പോലീസ് നടപടികളൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു ഫാമിലി ഡ്രാമയാണെന്നാണ് അതിമനോഹരത്തെപ്പറ്റി തരുൺമൂർത്തി സൂചിപ്പിച്ചിട്ടുള്ളത്. 2026-ന്റെ അവസാന ഘട്ടത്തിലാവും അതിമനോഹരം റിലീസിനെത്തുക. അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഹാരിഷ് ദുരൈരാജ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ക്രൈം ത്രില്ലർ ആക്ഷൻ ചിത്രമാണ് കോൺ സിറ്റി. ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി അപ്ഡേറ്റ് മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. വരുന്ന ജൂൺ മാസം 26-ാം തീയതി കോൺ സിറ്റി തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ വിജയം സ്വന്തമാക്കിയ സിനിമയാണല്ലോ ഒബ്സഷൻ. ഏകദേശം 9.5 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം 2,260 കോടി രൂപയോളമാണ് വെറും 2 വാരങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂൺ 25 മുതൽ മൾട്ടി ലാംഗ്വേജിൽ ഒബ്സഷൻ ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും.
സൈജു കുറുപ്പ്, ദേവനന്ദ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ഗു. 2024 പുറത്തു വന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നെങ്കിൽ കൂടി പ്രേക്ഷകരിൽ നിന്നും അത്ര മോശമല്ലാത്ത അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും 2 വർഷങ്ങൾക്കിപ്പുറം ഈ ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. മനോരമ മാക്സ് ആണ് ഗുവിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂൺ 19 മുതൽ മനോരമ മാക്സിലൂടെ ഗു OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ധനുഷിന്റെ ലൈനപ്പിൽ വരാനിരിക്കുന്ന അടുത്തൊരു സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു റൂറൽ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് കങ്കുവ സിനിമയുടെ ഡയറക്ടറായിരുന്ന ശിവയാണ്. നിർമ്മാണം മൈത്രി മൂവി മേക്കേഴ്സും. ഈ മാസം അവസാനത്തോടെ ധനുഷ് ശിവ ടീമിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് അതിരടി. ഏകദേശം 20 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം 70 കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിരടി ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. സോണി ലിവ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂൺ 19 മുതൽ സോണി ലിവിലൂടെ അതിരടി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി അശ്വന്ത് മാരിമുത്ത് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തലൈവർ 173. ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് രാജ്കമൽ ഫിലിംസിന് വേണ്ടി ഉലകനായകൻ കമലഹാസനാണ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഈ ജൂൺ മാസം അവസാനത്തോടെ തുടക്കമാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. രജനികാന്ത് നിലവിൽ അഭിനയിച്ചു വരുന്ന ജയിലർ 2ന്റെ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം വരുന്ന ജൂലൈ പകുതി മുതലാവും തലൈവർ 173യുടെ ഷൂട്ടിൽ രജനികാന്ത് ജോയിൻ ചെയ്യുക. ദളപതി വിജയ് ചിത്രം ജില്ല വരുന്ന ജൂൺ 19 വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് റീ റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ ജില്ലയ്ക്ക് പിന്നാലെ വിജയെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത് 2017 പുറത്തുവന്ന മെർസൽ എന്ന ചിത്രവും റീ റിലീസിന് തയ്യാറെടുക്കുന്നു. വരുന്ന ജൂൺ 19 തന്നെയാണ് മെർസലും റീ റിലീസിനെത്തുക. ജയസൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഒരു എപ്പിക് ഫാന്റസി ഹൊറർ ചിത്രമാണ് കത്തനാർ. ജയസൂര്യക്കൊപ്പം അനുഷ്ക, പ്രഭുദേവ, വിനീത്, സാൻഡി മാസ്റ്റർ, കോട്ടയം രമേശ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കത്തനാർ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കത്തനാരിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ പരിപാടികൾക്ക് ഈ ജൂൺ മാസം അവസാനത്തോടെ തുടക്കമിടാനുള്ള തീരുമാനത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ശ്രീ ഗോകുലം മൂവീസ്. തുടർന്ന് വരുന്ന ജൂലൈ മാസം അവസാനമോ ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിലോ കത്തനാർ റിലീസിന് എത്തുമെന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഡിമോണ്ടി കോളനി 3 എന്ന സിനിമയ്ക്ക് ശേഷം അജയ് ജ്ഞാനമുത്തു അടുത്തതായി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഫാന്റസി ഹൊറർ ആക്ഷൻ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത് രാഘവ ലോറൻസ് ആണ്. നിർമ്മാണം സൺ പിക്ചേഴ്സും. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. വെങ്കടേഷിനെ നായകനാക്കി ത്രിവിക്രം ശ്രീനിവാസ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ തെലുങ്കു ബിഗ് ബജറ്റ് സിനിമയാണ് ആദർശ കുടുംബം ഹൗസ് നമ്പർ 47. വെങ്കടേഷിനൊപ്പം ശ്രീനിധി ഷെട്ടി, റാവു രമേശ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ 90%ഓളം ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ആദർശ കുടുംബം ഹൗസ് നമ്പർ 47 റിലീസിനെത്തും. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എന്നും നിങ്ങളിലേക്ക് എത്തുവാൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ലാലേട്ടനെ നായകനാക്കി വിഷ്ണുമോഹൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന L367 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു ആർമി ഓഫീസറുടെ വേഷത്തിലാവും എത്തുകയെന്നും ലാലേട്ടനൊപ്പം മലയാളത്തിലെയും മറ്റ് ഇൻഡസ്ട്രികളിലെയും വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന L367ന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഈ വരുന്ന ജൂലൈ മാസം തുടക്കമാവുമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഈ ചിത്രം നിർമ്മിക്കുക. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജിനൊപ്പം കൃതി ഷെട്ടി, ജഗദീഷ്, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഖലീഫയിൽ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒരു കാമിയോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഖലീഫ സിനിമയുടെ സിനോപ്സിസ് എന്ന തരത്തിൽ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സിനോപ്സിസ് പരിശോധിക്കുകയാണെങ്കിൽ തലമുറകളായി ഭരിച്ചിരുന്ന ഗ്യാങ്സ്റ്റർമാരുടെ പാരമ്പര്യമായി ലഭിച്ച കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള സ്വർണ്ണക്കടത്ത് സാമ്രാജ്യത്തിന്റെ കുപ്രസിദ്ധ അധിപനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഖലീഫയുടേതെന്നാണ് സിനോപ്സിസിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ വരാനിരിക്കുന്ന ഖലീഫ വരുന്ന ഓഗസ്റ്റ് 20 ഓണം റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക.